രണ്ട് കലാകാരന്മാരും അവിടെ നിന്നോ, നമുക്കിവിടെ ഇവരോട് സംസാരിക്കാമല്ലോ. ഇതും എന്താണ് ഐറ്റം എന്ന് നമുക്ക് ചോദിക്കേണ്ട, മിമിക്രിയാണെന്ന് നമുക്കറിയാം. അതും മിമിക്രിയാണ് അല്ലേ? ഇത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോനാണ്. അപ്പം സിനിമയൊക്കെ അല്ലേ? സിനിമയൊക്കെ ആര്? അപ്പൻ എന്ത് സിനിമ ചെയ്ത്? സിനിമയുടെ പരമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയാം. അപ്പൻ സിനിമയുടെ പരമായിട്ട് ഇങ്ങനെ പോണു. അപ്പൻ്റെ ആദ്യത്തെ സിനിമ ഏതാ? അപ്പൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരുമോ? അത് പറ്റില്ല, അത് മോശമായിപ്പോട്ടെ. അച്ഛൻ്റെ ആദ്യത്തെ സിനിമ ഏതാന്ന് അവിടെ നിന്ന് അച്ഛനൊന്ന് പറയേണ്ടി വരും. പറയും. ജയനറിയാം. ജയൻ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഏത് സിനിമ? ജയ ഒച്ചയ്ക്ക് പറഞ്ഞു. ജയ മനസ്സിലായില്ല. ഏത്? തങ്കം ചുവന്ത ചെക്കച്ചവന്തവാനം. ആ, നിനക്കറിയായിരുന്നു, പറയായിരുന്നു. അന്ന് നീ എവിടെയായിരുന്നു അച്ഛൻ സിനിമ എടുക്കുന്ന സമയത്ത്? ഞാനപ്പോ ഉണ്ടായില്ല, അച്ഛനല്ലേ എടുത്തത് അവിടെ. എനിക്കൊന്നും പറയാൻ വയ്യാത്. എന്തെങ്കിലും പറയണം. പറയാം. എന്ത് പറയും? എന്ത് പറയണം? ചോദിക്ക. നീ ചോദിക്ക. ഞാൻ എന്ത് ചോദിക്കാൻ? പേരെന്തുട്ടാണ്? ആൽവിൻ. എവിടെയാണ്? കോട്ടപ്പുറം. എന്റെ വീട് പാലക്കാട്. എന്റെ വീട് മുഹമ്മനയും. നമ്മളും കൂടി പറയണ്ടേ? എന്റെ പേര് മുഹമ്മനയും എന്നാണ്. പാലക്കാടാണ് വീട്. ഓക്കെ. പേര് പറ. എൽവിൻ അല്ലേ എന്റെ പേര്? ആൽവിൻ. എന്റെ പേരാ മുഹമ്മദ് നയീം. മുഹമ്മദ് നയീം. മുഹമ്മദ് മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ. എന്താണ് ഐറ്റം? ദളപതി വിജയ് എടുക്കാം. ഓ, ദളപതി വിജയ് അങ്ങ് പോളി. ഒരു കുഴപ്പമില്ല, എന്തും എടുക്കാം. പിന്നെ ശ്രീധരൻ സാർ നമ്മുടെ ആളല്ലേ, പറഞ്ഞോണം. ആ, ദളപതി ആണല്ലേ? ഓളിക്കും കൂടെ നമ്മളിന്ന് മ്യൂസിക്കൽ ഇടണോ? കണ്ണാടി വേണോ? റെഡി. பாஸ்டப்பட்ட யாரோடைய பேசுறேன்னா இதில் எதாவது நல்லது இருக்கணும். ஆனால் எனக்கு அந்த மாதிரி எதாவது இல்லை. கிரவுண்ட்ஸ் எல்லாம் வழங்குதா, ஆனால் ஓடிங்ஸ் எல்லாம் ஒரு மட்டும் பார்க்க போகிற களிப்பட்டிக்கு ஆட்ட நாயக. അടുത്ത് ആസിഫ് അലിയാ. എൻ്റെ നാട്ടുകാരൻ ആസിഫ് അലി വേണം. ഞാനിത് കറക്റ്റ് പറയാം എന്താന്നുള്ളത്. ജാഗ്രത അല്ലായിരുന്നു, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരുന്നു. ഇത് പറയാനോ ബോസ്, ജീവിതത്തിന്റെ കയ്യിൽ പോയി. നമ്മത് ബ്രഷിനോട് കണ്ടല്ലോ, കല്ല് കാറ്റിൽ മേടിച്ചു കളിക്കണം. ഓക്കെ ആണ് കേട്ടോ. താങ്ക് യു. അടുത്തത് നസ്ലീൻ. പണ്ടാറോണവൻ കേറി വന്നപ്പോ ഒരു 5 ഡയലോഗും എനിക്കാണെങ്കിൽ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കറിയും പോനെ അനുഭവം കൊണ്ട് പറയണ്. സൂപ്പർ, താങ്ക് യു. അടുത്ത് കമൽഹാസൻ. അതെ, ഈ നമ്മൾ തമിഴ് 2 നടന്മാരെടുത്തപ്പോൾ നമ്മുടെ 2 ക്യാമറാമാർ സുന്ദറും സതീഷും അതിൽ എൻജോയ് ചെയ്തിട്ട് അവര് തമിഴാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? രണ്ടും ഒക്കെ ആണോ? അവര് രണ്ടുപേരും കൈയടിച്ചു. ഒരു തമിഴ് കൂടെ നിങ്ങൾക്ക് ഇരിക്കട്ടെ. വിജയ് സേതുപതി, നീ ക്യാമറ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഒന്ന് എന്നാ തമിഴാ മൊത്തം കേട്ടോ. മലയാളി ഇവിടെ എടുക്കാൻ നോക്കാം. എന്നാ അർജുൻ ദാസ് എടുക്കാം. ഓക്കെ അല്ലേ? എല്ലാം നീ ഇന്നിവിടെ നിക്ക, അത് നമുക്കവിടെ തിരിച്ചു കൊടുക്കാം. പിന്നെ താണ്ടി വരുവായ സിനിമയിലെ VTV ഗണേശ്, നമ്മുടെ ജയിലർ സിനിമയിലെ മനസ്സിലായി. அப்போ நீங்க தான் வின்னு, அப்படி நின்னு go straight and left. வேணுங்கள் நீங்க தன்னை போய் நோக்கிக்கோ. உலகத்தில் எவ்வளவு பொண்ணுங்கள் இருக்கு, ஏன்டா ஜெஸ்ஸியை லவ் பண்ற? ஓகே, சூப்பர். പിന്നെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്.
இதில் விளம்பரம் சப்பப்பல கொடுத்துட்டேன் 10 காப்பில் செய்யலை உடல் விளை மாற்றம் கரண்டு கட்டு எல்லாம் தள்ளி വസിക്കറിക്ക് ദാർക്ക അച്ഛനെടുക്കോ വല്ല സൗണ്ടും? അച്ഛനോട് ചോദിക്കണം വല്ല എങ്കിലും വീട്ടില് അച്ഛൻ സൗണ്ട് എടുക്കും, വഴക്കുണ്ടാക്കും. അതെ അതെ ആ മാത്രമല്ലേ എടുക്കുള്ളൂ? ഇല്ല പാവണം പാവണം ഞാൻ ചോദിച്ചില്ല പാവണമെന്ന്. പറഞ്ഞാലേ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അടി കിട്ടുമോ? തിരിച്ചു പോകുമ്പോൾ അടി കിട്ടുമോ? വഴക്ക് പറയോ? ഇവിടെ ഇത്ര എടുത്ത് ഇവിടെ എന്താന്ന് നമുക്ക് ചോദിക്കണ്ടേ? ചോദിക്കണം. പോയല്ലോ, പണിയുണ്ട്. ആ പുള്ളിക്കാരിപ്പോ ചെയ്ത മൊത്തം തമിഴല്ലേ, നമുക്ക് മലയാളം ഒരു കയ്യടി അങ്ങ് അടിച്ചങ്ങോട്ട് നമ്മൾ തമിഴ് മലയാളമായിട്ട് പോകുമ്പോ ഒന്ന് നോക്കാം നമുക്ക്. 24-ന്റെ ശ്രീകണ്ഠൻ നായർ. ആയിക്കോട്ടെ, 24 അവിടെ ഉണ്ട്, കേട്ടോളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും 24 ന്യൂസിലേക്ക് സ്വാഗതം. ദേ ഇവിടെ കുറച്ച് നടന്മാരുണ്ട്. നെസ്ലിൻ എന്തൊക്കെയുണ്ട് പറയൂ. എന്ത് പണ്ടാറുണ്, എല്ലാവരും അടിപൊളി പെർഫോമൻസും. കലോത്സവത്തിനെ പറ്റി പറയാൻ ഞാൻ ആരുമില്ല, കാരണം ഞാൻ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ഞാൻ പറയാം. 1 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണ പോളി ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കന. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. അതേ നമ്മുടെ സൈനികം അവിടെയുണ്ട്. സൈനികം കലോത്സവത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൊളി മൂടാണ്, വൈബാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്, അത് പരമാവധിയും പുറത്തെടുക്കാന്നുള്ളതാണ്. ഇനി യുവതലമുറത്തെ കുട്ടികൾ വളർന്ന് വന്നം, അതാണ് എൻ്റെ ആഗ്രഹം. അത്രയുള്ളൂ മച്ചാനെ. എന്തായാലും നമ്മുടെ വേടനുണ്ട്, വേടാ വാടാ. കുട്ടികളൊക്കെ എന്തായാലും മോട്ടിവേറ്റ് ആയി നിന്നിട്ടുണ്ട്. ആരുടെ? നമ്മുടെ സൈനികത്തിന്റെ കേട്ടിട്ട്. എന്തായാലും നമ്മുടെ വേടനെ വിളിക്കുകയാണ്. വേടാ വാടാ. വണക്കം 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 മക്കളെ. കടലമ്മ കരഞ്ഞില്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കടലല്ലേ കരയല്ലേ കട്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. വണക്കം 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 മക്കളെ. ഇവിടെ ആറാട്ടെണ്ണ ശബ്ദം കൊടുക്കാം. അച്ഛൻ്റെ കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള കലോത്സവം ഉണ്ടാവും. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ഉണ്ടാവും. കുട്ടികളൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവും, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും, സൂപ്പർ തന്നെ. നമുക്ക് ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദം. കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാ, തങ്കപ്പിള്ളടാ മുന്നപ്പനാണ്. നമ്മുടെ അമ്പാന്റെ ശബ്ദം കൊടുക്കാം. അണ്ണമ്പട്ട് ജ്യൂസ് ഇടയിൽ ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നു. അണ്ണൻ ചാടി തോളത്ത് കൂടെ ചവിട്ടി 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 ജമ്മെടുത്തവർ തോളത്ത് കുത്തി 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 കൊന്ന്. അണ്ണമ്പട്ടി 11 ഞാൻ അടിച്ച് പൂസാർന്നു. ഒരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങളൊരു കൈയടിയും ഇല്ലാതെ ഇവര് ഗംഭീരമായിട്ട് ആറാട്ടണ്ണൻ ഗംഭീരമായിട്ടുണ്ട്. ആറാട്ടണ്ണൻ നമ്മുടെയൊക്കെ സുഹൃത്താ. അത് നിങ്ങൾ ചെയ്തപ്പോൾ ഞാനിപ്പോൾ ഒരു ഒറ്റ ടാസ്ക് കൊടുക്കാൻ പോവാം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും. ഇവിടെ ഒരു സ്റ്റാർ ചെയ്യും, ഇവിടെ ഒരു സ്റ്റാർ ചെയ്യും. ഇത് നിങ്ങൾ വിധി എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒരു മത്സരമാക്കട്ടെ? ഓക്കെ. രണ്ടുപേരും സെൻട്രൽ നിന്ന് ഇവിടെ ഒരെണ്ണം ചെയ്യും, ഇവിടെ ഒരെണ്ണം ചെയ്യും. പട്ടപ്പെടാന്ന് മാറുന്നു നമ്മൾ. ഓക്കെ, ചെയ്യാലോ, ചെയ്തൊക്കെ ചെയ്യാം. ഓക്കെ, ആയി തുടങ്ങിക്കോ. വേണമെങ്കിൽ അല്ല ആ തുടങ്ങിക്കോട്ടെ. മുഹമ്മദ് നെയ്യും. നെയ്യും നെയ്യും മുഹമ്മദ് നെയ്യും മുഹമ്മദ് നെയ്യും. ഓക്കെ ഓക്കെ ആൽവിൻ. ഓക്കെ. ആദ്യം നമുക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ബേസിൽ ജോസഫിന്റെ എടുക്കാം. കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള കലോത്സവമാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറാണ്. പക്ഷേ എനിക്ക് കലോത്സവത്തിനെ കാട്ടി ഇഷ്ടം ബോക്സിംഗ് ആണ്. ആദ്യം എന്നടി അടി, എന്തടിക്കാൻ പറ്റില്ലേ? അജു വർഗീസ്. നീ മരണ മസറ പേരല്ലേപ്പല്ലടാ. നീ നിന്നെ 10 വയസ്സിനെ തല്ലിയുള്ളൂ, എന്നെ ഇന്നലെ തല്ലി. ഈ ലാലിന്റെ ശബ്ദം എടുക്കാം. കഥകളാ പറയാറപ്പതി താരത്ത് പറയാറാണ്. കലോത്സവത്തിനെ പറ്റി പറയാണെങ്കിൽ മച്ചനാണ്, കുറച്ച് മച്ചനുള്ള ആളാണ്. കൊച്ചിൻ ഹനീഫ. പിള്ളച്ച പിള്ളേർന്ന് കളി കളിച്ചിട്ടുണ്ടല്ലോ. ആട്ടെ എന്താ കളിച്ചത്? കുട്ടി നോട്ടാ ചത്തി നോക്കാല. തോറ്റോ? ഒരു മിനിറ്റ് നോക്കട്ടെ. നിക്ക്. വിനയ് ഫോർട്ട്. ജോബ് വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. മനസ്സിലായില്ലേ? പുറത്തോട്ട് വെക്കുന്ന പൂച്ച, അടിയിന്ന് ഇറച്ചി കശു നിന്ന പട്ടി. മനസ്സിലായില്ലല്ലോ? എനിക്ക് മനസ്സിലായല്ലോ. ഓക്കെ. ഷൈൻ ടോം ജാക്കോ. മനസ്സിലായ ബൈബിളല്ലോ? മതിയോളെ ആണോ ആണോ
അത് പറയുമ്പോ അതിലെന്തിനുണ്ടോ എല്ലാവരും കൈയടിക്കാതെ എല്ലാവരും കൈയടിക്ക്. മോദിജിന് ചെയ്യാം. ഇതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. நடிப்பின் நாயகன் சூர்யா. எல்லாருக்கும் வணக்கங்க. சூர்யா பேசுறேன். நான் ரோலக்ஸ். ஆல்ரைட். நாளைக்கு டே 1. அவன கதையில இருக்கணும். அது பசி இருக்கணும். அதோட டச் ஆக முடியாது. ஸ்கிராட்ச் ஆகுது. சார். இனிமே சார். எஸ் சார். ஓகே சார். எஸ் சாർ. പിണറായി വിജയന് ചെയ്യാം. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആരാണ് അവിടെ സംസാരിക്കുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത് മോദിജിയാണ്. ரியாஸ் கான். பாஸ்கரா எல்லாரும் கண்ணச்ச கொடுக்க கல்லோ கப்பையோ கொஞ்சம் கருமினோ எல்லாம் போட்டே எல்லாம் என்ன செலவு எல்லாரும் அடிச்சுக்கறி வா. സൂര്യ ചേട്ടൻ്റെ ബാത്താ. സോറി മുഹമ്മദ് നബി. മുഹമ്മദ് ചേട്ടൻ്റെ ബാത്ത. മുഹമ്മദ് പേരെന്തായിരുന്നു? നെയ്ം. മുഹമ്മദ് തെറ്റൻ്റെ ബാത്ത. ഇനി മറക്കില്ല. നീ മറക്കരുത്. ഇല്ല. ഇനി നമുക്ക് ഫിറോസ് ഖാന് ചെയ്യാം. അപ്പൊ ഇവിടെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്. സംഭവം അടിപൊളിട്ടാ. റിയാസ് ഖാൻ സംഭവം എങ്ങനെയുണ്ട്? ദുൽഖർ സൽമാൻ. എനിക്കൊരു കാര്യത്തിൽ വിശപ്പുള്ളൂ. നീ എന്നെ തരി വരകളൊന്നും വിശ്വസിച്ചു. സാർ ഐ മേരി കൊറിയൻ. ഓൾ ദി ബെസ്റ്റ്. ഇനി എന്നെ ആര് കടന്നു ഞാൻ തീർപ്പായിരിക്കും. അത് കേക്കായാലും ശരി കഥനായാലും ശരി തീർക്കാൻ പാടിക്കും. തീർക്കടാ. റിയാസ് ഖാൻ. കള്ളോ കപ്പേ കരിമീനെ കൊഞ്ചോ എന്താച്ചാ കൊടുക്കേ. ഫുൾ ചെലവ് എന്റെ വക. എല്ലാരും അടിച്ചു കയറി വാ. എൽവിൻ എല്ലാരും അടിച്ചു കയറി വരട്ടെ. ആൽവിൻ എല്ലാരും അടിച്ചു കയറി വരട്ടെ. അമ്പാൻ. സജിൻ ഗോ. അമ്മ ജ്യൂസർ ചുറ്റിനും കൊണ്ടത് അമ്മ ചാടി ചെമ്പഴ് തോർത്തോട് ചവിട്ടി 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 ചെമ്പഴ് തോർത്തോട് കുത്തി കുത്തി കൊന്ന്. എന്താണ് നിനക്ക് ബോർണിച്ച? നിനക്ക് ബാസാണ് വേണ്ടത്. ദുൽഖർ. ടസയോട് പൂരം കണ്ടില്ലെങ്കിൽ വരാൻ പറ. പൂരത്തിന്റെ ഇടയിൽ ഞാൻ ഉണ്ടാവും. കമ്മട്ടി പടത്തിന്റെ ചതുപ്പില. ആസിഫ് അലി. ഒരു ചുണിക്കാം. ഞാൻ ഗൃതല്ലായിരുന്നു. ഇപ്പൊ വിളിക്കായിരുന്നു. ഏത് പറയാനൂസ് ജീവിതത്തിന്റെ കൈ പോയി. അവന്റെ പ്രശ്നം കാറ്റിലടിച്ച് വെക്കണം. നീ ആറട്ടൻ ഇല്ല വിനി മറ്റേ നെസ്ലിൻ ചെയ്യാം. എന്ത് പണ്ടാറും എല്ലാരും അടിപൊളി പെർഫോമൻസും. ഭയങ്കര പവർഫുൾ ആണ്. ഭയങ്കര പവർഫുൾ. അതിലേക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. സാറ് സിമ്പിൾ ആണ്. സിമ്പിൾ അങ്ങനെ സാർ ഉണ്ടെങ്കിൽ മിസ് ചെയ്യലോ. ജനാർദ്ദൻ ചേട്ടൻ. അയ്യോ നീ തങ്കപ്പനല്ലടാ മുന്നപ്പനാടാ. അവൻ ഒരു കാലിലടാ രണ്ട് കാലും തല്ലിടിക്കും. ഓ ജനാർദ്ദനെ ഞാൻ ചെയ്യാം. എന്താ പേര്? പൊന്നപ്പൻ. കൊള്ളാം. ഇവനാള് കൊള്ളാം. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. തനി തങ്കമല്ലേ? എടാ എന്തോ ഇവരെ രണ്ട് കാലം തള്ളി ഒഴിടാ. വെള്ളാപ്പള്ളി നടേശൻ. അത് പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം കളറ് മഞ്ഞ. പ്രകാശ് വർമ്മ. ജോർജ് സാർ. നീ പേടിപ്പിക്കുന്നത്? ഇത് എന്താ കഥയാണ് ബെൻസ്? ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. എന്താടാ ബെന്നിക്കടൂർ ഒരു തണവന്റെ ദുരന്തം പറയുമ്പോഴാണോടാ നിന്റെ ഒരു സഞ്ചാരം. സഞ്ചാരത്തിന്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് പാലക്കാടിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പതിവില്ലാത്ത തിരക്കാണ് ഇന്ന് ട്രെയിനിൽ. കാരണം തിരക്കിപ്പോഴാണ് അറിയുന്നത് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ് എന്ന്. പൃഥ്വിരാജ്. കമ്പിയൊക്കുന്ന പേര് രണ്ട് പക്ഷമുള്ള നാളെ സാറേ. കൊച്ചു വടക്കം വിട്ട് തറവാട്ടില്ല. ആയുധം വെച്ച് കീഴടങ്ങി. അല്ല അതാണ് ഒരു മടിയില്ല. ആയുധം വെച്ച് കീഴടങ്ങിയത്. രണ്ടുപേർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ
ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നമുക്ക് ഇത്രയും സമയം പ്രേക്ഷകർക്ക് നമ്മുടെ 12 ടോക്സിൻ്റെയും അന്വേഷണം.comൻ്റെയും പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് ഉയരണം. നല്ല കലാകാരന്മാരാണ് കേട്ടോ. താങ്ക് യു. പക്ഷേ പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താ ഒറ്റ നോട്ടത്തിൽ പറയാമോ? മനസ്സിലായില്ല, എന്റെ പേര് ഇത്ര നേരമായിട്ട് ഓർമ്മ കിട്ടിയില്ല ഉള്ളിക്ക്. മുഹമ്മദ് നെയ്ം. കൊടുകൈ പഠിച്ച് ആൽവിൻ അല്ല അല്ലേ ആൽവിൻ ആന്റണി. ആൽവിൻ ആന്റണി പറഞ്ഞിട്ടുണ്ടായില്ല. അല്ല ആന്റണി കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ തിരിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു രണ്ടുപേരോടും കേട്ടോ. ഒത്തിരി സന്തോഷം കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇതാണ് ഒരേ കലാകാരൻ. ഇവരെ ഇവിടെ വെച്ചൊരു സുഹൃത്തുക്കളായി വിടാൻ കഴിഞ്ഞതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇങ്ങനെ കലാകാരന്മാർ ഒന്നിച്ചു വരുമ്പോൾ ഒരേ സ്റ്റേജിൽ, പ്രേക്ഷകർക്ക് വേണ്ടി ഒരേ സ്റ്റേജിൽ തന്നെ ഇവർ പെർഫോമൻസ് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇത്ര അടുത്ത് നിന്ന് മിമിക്രി മത്സരം, ഇതെല്ലാം ഇങ്ങനെ കാണണം. ഇത് മത്സരം പോലെ ആക്കി നമ്മളല്ലേ? മത്സരം പോലെ ആക്കി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.